പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ ദൈവിക ഗുണങ്ങളാൽ നിറയ്ക്കുന്നു. അവിടുന്ന് നൽകുന്ന ഫലങ്ങൾ നമ്മെ വിശുദ്ധ ജീവിതത്തിലേക്ക് നയിക്കുന്നു. 11-ാം ഫലം സഹനശക്തി. പരിശുദ്ധാത്മാവിന്റെ 11-ാം ഫലം സഹനശക്തിയാണ്. ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾ സന്തോഷത്തോടും ക്ഷമയോടും കൂടി സ്വീകരിക്കാനുള്ള മനസ്സ്. സഹനശക്തി എന്നത് വെറും കഷ്ടം സഹിക്കുന്നതല്ല, മറിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് പ്രത്യാശയോടെ മുന്നോട്ടു പോകുന്നതാണ്. ജീവിതത്തിൽ കഷ്ടതകളും പരീക്ഷണങ്ങളും വരുമ്പോൾ തളരാതെ നിലകൊള്ളാൻ നമ്മെ ശക്തിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. പഴയ നിയമത്തിൽ നോഹ ദൈവത്തിന്റെ വാക്ക് വിശ്വസിച്ച് വലിയൊരു പെട്ടകം നിർമ്മിച്ചു. മഴയുടെ യാതൊരു ലക്ഷണവും ഇല്ലാതിരുന്നിട്ടും വർഷങ്ങളോളം അദ്ദേഹം ക്ഷമയോടെ ദൈവത്തെ അനുസരിച്ചു. അവസാനം ദൈവം നോഹയെയും കുടുംബത്തെയും രക്ഷിച്ചു. സഹനശക്തി എന്നത് ദൈവത്തിന്റെ സമയം വരുവോളം വിശ്വാസത്തോടെ കാത്തിരിക്കാൻ കഴിയുന്ന ഹൃദയമാണ്. 12-ാം ഫലം വിശുദ്ധി. പരിശുദ്ധാത്മാവിന്റെ 12-ാം ഫലം വിശുദ്ധിയാണ്. ഹൃദയത്തിലും ചിന്തകളിലും ജീവിതത്തിലും വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന കൃപ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. പഴയ നിയമത്തിലെ ജോസഫ് ഈജിപ്തിൽ വലിയ പരീക്ഷണങ്ങൾ നേരിട്ടു. തെറ്റായ വഴിയിലേക്ക് ആകർഷിക്കപ്പെട്ടപ്പോഴും ദൈവത്തെ വിരോധിക്കരുതെന്ന് കരുതി അദ്ദേഹം പാപത്തിൽ നിന്നും ഓടിയാകുന്നു. വിശുദ്ധി എന്നത് പരീക്ഷണങ്ങളില്ലാത്ത ജീവിതമല്ല, പരീക്ഷണങ്ങൾ വന്നാലും ദൈവത്തോടൊപ്പം നിൽക്കാനുള്ള ശക്തിയാണ്. ഈ പെന്തക്കോസ്ത് ദിനത്തിൽ പരിശുദ്ധാത്മാവ് നമ്മെ സഹനശക്തിയിലും വിശുദ്ധിയിലും വളർത്തട്ടെ. നമ്മുടെ ജീവിതം ദൈവത്തിന്റെ സ്നേഹത്തിന്റെയും വിശുദ്ധിയുടെയും സാക്ഷിയാകട്ടെ. പ്രാർത്ഥന: വരണമേ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധമാക്കണമേ. ആമേൻ.